89.6 FM Sargakshetra SK Hotspot. Welcome back to Mother's Day Special SK Hotspot on Sargakshetra 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. നമുക്കറിയാം ഈ വിവിധ മേഖലകളിൽ തൻ്റെതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ചുള്ള സെലിബ്രിറ്റീസ് ആയിട്ടുള്ള അമ്മമാരെത്തുന്ന സ്പെഷ്യൽ SK ഹോട്ട്സ്പോട്ടിൽ നമ്മൾ എല്ലാവരും കാത്തിരുന്ന ദാറ്റ് വ്യക്തി ഇവിടെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ വെൽക്കം ചെയ്യുന്നു സ്മിനു സിജോ, ആക്ട്രസ്. ചേച്ചി, വെൽക്കം ടു ദ ഷോ. ഓക്കെ, നമസ്കാരം. നമസ്കാരം ആൻഡ് ഹാപ്പി മദേഴ്സ് ഡേ. അതാണ് ഫസ്റ്റ് പറയാനായിട്ടുള്ളത്. ഓക്കെ, ഹാപ്പി മദേഴ്സ് ഡേ. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ മദേഴ്സ് ഡേ ആശംസകൾ. അല്ലേ? അതെ, തീർച്ചയായിട്ടും. ആൻഡ് ഇന്ന് മദേഴ്സ് ഡേ ആയിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ പ്രോഗ്രാംസും വല്ല മക്കൾ സെറ്റ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ചേച്ചി അവർക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുണ്ടോ? ഇത് കുറെ വർഷങ്ങൾ കാലാകാലങ്ങളിൽ ഈ ഡേ ഉണ്ട്. ഇപ്പോഴത്തെ പിള്ളേർ ആഘോഷിക്കാൻ അമ്മമാരെയും അപ്പന്മാരെയും ചെലവാക്കിക്കാൻ ഒരു കാരണമായിട്ട് ഇത് ആഘോഷിക്കുന്നു എന്നുള്ളതല്ലേ ഉള്ളൂ. പഴയ കാലത്ത് ഇതൊന്നും ഇല്ല. ഞങ്ങളും ഓർക്കുന്നു. ഇപ്പൊ മദേഴ്സ് ഡേ എന്നൊക്കെ ഇങ്ങനെ ചാനലുകൾ ഇതിലൊക്കെ വരുമ്പോഴാണ്, യൂട്യൂബിലൊക്കെ വരുമ്പോഴാണ് മദേഴ്സ് ഡേ ഇങ്ങനെ സംഭവം ഉണ്ടല്ലോ എന്ന് പറയുന്നത്. ഞങ്ങളുടെയൊക്കെ കാലത്ത് എന്താ ഒന്നുമില്ല. പുതിയ അറിവുകളാണ് ഇതെല്ലാം. ഇന്നുണ്ടല്ലോ. അപ്പൊ പുതിയതായിട്ടുള്ള ഈ ഒരു ദിവസത്തിൽ, അല്ലെങ്കിൽ നമ്മൾ ഇന്നത്തെ ഈ ഒരു ദിവസത്തിൽ പഴയ ചില ഓർമ്മകളൊക്കെ ഒന്ന് പുതുക്കാനായിട്ട് പോവാണ് ചേച്ചി. അപ്പൊ ആദ്യമേ തന്നെ ചോദിക്കാനായിട്ടുള്ളത്, ഈ മദേഴ്സ് ഡേയിൽ നമ്മളെല്ലാവരും, ഇപ്പം ചേച്ചി ഒരു അമ്മയാണ്, അപ്പം അങ്ങനത്തെ കുറെ ഓർമ്മകൾ ഉണ്ടായിരിക്കും, മൊമെന്റ്സ് ഉണ്ടായിരിക്കും. അപ്പം ചേച്ചി അമ്മ എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് വരുന്ന ആദ്യത്തെ ആ കുറച്ച് മൊമെന്റ്സ് ഉണ്ടല്ലോ, അമ്മയുടെ ആ ഒരു കരുതൽ, അമ്മയുടെ സ്നേഹം, എന്തൊക്കെയാണ് അമ്മ എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തും? നമ്മുടെ കൂടെയുള്ള നല്ല മൊമെന്റ്സ് ഏതൊക്കെയാണ്? മദേഴ്സ് ഡേ എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിൽ വരുന്നത് എന്റെ മോനെ എന്റെ കണ്ണിൽ കണ്ടതാണ്. കാരണം എനിക്ക് സിസേറിനായിരുന്നു. ഒരു ചെറിയ മയക്കം വിട്ടു വരുമ്പോൾ എന്റെ ഇടത്തെ എന്റെ കയ്യലിന്റെ സൈഡിലായിട്ട് ഇങ്ങനെ മോൻ കിടപ്പുണ്ട്. ഞാൻ ഫസ്റ്റ് കാണുമ്പോൾ അവൻ എന്നെ ഇങ്ങനെ നോക്കി കിടക്കുന്നത്. അത് എന്റെ കണ്ണിൽ നിന്ന് ഒരിക്കലും മായൂല. കാരണം അമ്മയായതിന്റെ ആദ്യ കാഴ്ചയാണല്ലോ അത്. അതാണ് എന്റെ മനസ്സിൽ എപ്പോഴും എനിക്ക് ആ ഫീലോടെ വരുന്നത് ആ ഒരു ഓർമ്മ തന്നെയാണ്. ഓ സ്വീറ്റ്. പിന്നെ അവരുടെ കൂടെ നടക്കുമ്പോൾ, ഇപ്പൊ അവർക്കൊപ്പം അവരെന്നെ കൊണ്ടു നടക്കുമ്പം ഒക്കെ ഒരുപാട് സന്തോഷമാണ്. അവരുടെ സുഹൃത്തായിട്ട് നടക്കാൻ പറ്റുന്നുണ്ട്. അമ്മ ഇന്നത്തെ കാലത്ത് അമ്മ എന്ന മുഖം മൂടിക്ക് വലിയ വാല്യൂ ഇല്ല. സുഹൃത്തിനാണ് ഭയങ്കരമായിട്ട്. അവർ അമ്മയാണെങ്കിലും ഒരു സുഹൃത്താകുക, ഒരു കേൾവിക്കാരിയാകുക, അവരെ കേൾക്കാനും അവരെ മനസ്സിലാക്കാനും ശ്രമിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും ഒരു സുഹൃത്താകുക എന്നുള്ളതാണ്. എന്തും ഷെയർ ചെയ്യാൻ അവർക്കൊരു സ്പേസ് കൊടുക്കുക. മക്കളെ ഭയപ്പെടുത്തി നേരെയാക്കാം എന്നുള്ളൊരു കാലഘട്ടം മാറി. ഇന്ന് മക്കളെ സ്നേഹം കൊണ്ടും ലാളന കൊണ്ടും വശത്താക്കണം എന്ന് പറഞ്ഞാൽ രണ്ടും വേണം കേട്ടോ. ചൊല്ലും വേണം, ചെലവും വേണം. ചെലവും വേണം എന്ന് പറയുന്ന പോലെ സ്നേഹവും വേണം, ശാസനയും വേണം. അതെ. ആൻഡ് ഇപ്പം ചേച്ചി ഒരു അമ്മയായുള്ള ഒരു ഫീല് പറഞ്ഞു. ചേച്ചിയുടെ മനസ്സിലെ അമ്മ ഓർമ്മകൾ എന്തൊക്കെയായിരിക്കും ഈ ഒരു മദേഴ്സ് ഡേ എന്ന് പറയുമ്പോൾ? എന്റെ മമ്മിയെ ഓർക്കുമ്പം എന്റെ മമ്മി എനിക്ക് സ്കൂളിൽ പോകുന്ന നേരം പൊതിഞ്ഞ് തന്നുവിടുന്ന ചോറും കറികളും, രാവിലെ നമ്മളെ വിളിക്കുമ്പം നമ്മൾ മടിയോടെ കിടന്നിറങ്ങുന്ന ആ ഒരു കാലഘട്ടം ഉണ്ടല്ലോ. അമ്മമാർ അടുക്കള കയറി കഞ്ഞിയും കറിയും വെച്ച് എല്ലാം കഴിഞ്ഞ് വിളിച്ചു വരുമ്പം മമ്മി എടുത്തു വെക്കുന്ന കാപ്പി, പാലും കാപ്പിയുടെ ടേസ്റ്റ്. പിന്നെ ഇന്നൊരു അമ്മയായപ്പോഴാണ് എന്റെ അമ്മയുടെ വില ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എല്ലാവരും കേട്ടോ, അന്ന് നമ്മൾ കുട്ടികളാകുമ്പോൾ നമുക്ക് എന്ത് കഴിക്കും, എന്ത് ഭക്ഷ്യന, എന്ത് ഉടുക്കും, അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ മാത്രമേ നമുക്കുള്ളൂ. പക്ഷെ അമ്മമാർക്ക് എന്തെന്റെ മക്കളെ കഴിപ്പിക്കും, എന്തെന്റെ മക്കളെ, അമ്മമാർക്ക് മാത്രമല്ല അപ്പന്മാർക്കും ഉണ്ട്. നാളെ എന്റെ കുഞ്ഞുങ്ങൾക്ക് എന്താണ് കിടന്നുറങ്ങുന്നത് പോലെ ഒരു അമ്മ, ഈ ഞാനും എന്റെ അമ്മയും അങ്ങനെ തന്നെ ആയിരുന്നു. കാരണം എല്ലാവരും അമ്മമാരും നാളെ രാവിലെ എന്തുണ്ടാക്കും, എന്റെ കുഞ്ഞുങ്ങൾക്ക് എന്ത് കഴിക്കാൻ കൊടുക്കും, എന്റെ കുടുംബത്തിന് എന്താണ് രാവിലെ കഴിക്കാൻ ഉണ്ടാക്കുക, ഈ എന്റെ കുഞ്ഞിന് ഏത് ഡ്രസ്സാണ് നല്ലത് ചേരുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ് ഓരോ അമ്മയുടെയും ഓരോ രാത്രികളും ഓരോ പകലുകളും. അപ്പൊ അങ്ങനെ എന്റെ അമ്മേനെ ഓർക്കുമ്പം എനിക്ക് വേണ്ടി, എന്റെ സഹോദരങ്ങൾക്ക് വേണ്ടിയൊക്കെ ആഹാരം വെച്ച് വിളമ്പി ഉണ്ടാക്കി തരുന്ന എന്റെ അമ്മേനെയാണ്. പരാതികളും പരിഭവവും ഇല്ലാതെ നമുക്ക് വിളമ്പി തരുന്ന ഒരമ്മ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരമ്മ. അതെല്ലാ അമ്മമാരും അങ്ങനെ തന്നെ. പക്ഷെ അവരെ പറ്റി ചിന്തിക്കണമെങ്കിൽ നമ്മൾ അമ്മയാവണം എന്നുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടെന്നേ ഉള്ളൂ. ആ ടൈം പീരീഡ് നമ്മൾ എടുക്കും. ഇത്രയും ഒരു സമയം നമ്മൾ എടുക്കും. അന്ന് നമ്മൾ അമ്മയായിട്ട് വഴക്ക് പിടിച്ചതും അല്ലേ? അതെ അതെ. ഇപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പെരുമാറുന്നത് എന്നുള്ളതൊക്കെ നമ്മളൊന്ന് ഒരു സമയത്ത് ഒരു അമ്മയായി കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാവത്തുള്ളൂ. അതുവരെ നമ്മൾ കുട്ടികളായിരിക്കും. യെസ്. ഇന്ന് ഈ ഒരു മദേഴ്സ് ഡേ നമ്മൾ ആഘോഷിക്കുമ്പോൾ ഒരു പ്രത്യേക ദിവസം വേണോ എന്നുള്ളത് നമ്മൾ എക്കാലവും ചോദിക്കുന്ന ഒരു ചോദ്യചിഹ്നമാണ്. പക്ഷെ ഇത്തരം ഒരു ദിവസം അതിന്റെ ഓർമ്മകളെയൊക്കെ നമ്മൾ മനഃപൂർവ്വമായിട്ട് ഇങ്ങനെ ഓർത്തെടുക്കുമ്പോൾ അതിന്റെ ആ ഒരു ഒരു ഭംഗി നമ്മളിങ്ങനെ ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ആ ഒരു സ്നേഹം, ആ ഒരു
ഒരു വാത്സല്യമൊക്കെ നമ്മളൊന്ന് ഓർത്തെടുക്കുകയാണ്. ആ ഒരു ഓർത്ത് എടുക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇനി കുറച്ച് പാട്ടുകൾക്ക് ശേഷം നമ്മുടെ കൂടെ സ്മിനി ചേച്ചിയുണ്ട്. സ്മിനി ചേച്ചിയുടെ മദേഴ്സ് ഡേ സ്പെഷ്യൽ വിശേഷങ്ങളൊക്കെ നമുക്ക് കേൾക്കാം SK ഹോട്ട്സ്പോട്ടിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK ഹോട്ട്സ്പോട്ട്. സർഗക്ഷേത്ര 89.6 FM മദേഴ്സ് ഡേ സ്പെഷ്യൽ SK ഹോട്ട്സ്പോട്ടിൽ നമ്മുടെ കൂടെ ഉള്ളത് ആക്ട്രസ് സ്മിനു സിജോ. സ്മിനി ചേച്ചി, ഞാൻ ചേച്ചിയുടെ അമ്മയായിട്ട് അഭിനയിച്ചിട്ടുള്ള ഈ ക്യാരക്ടേഴ്സൊക്കെ കാണുമ്പോൾ, സിനിമയിലൊക്കെ കാണുമ്പോൾ, ദൈവമേ ഇത് എൻ്റെ അമ്മ തന്നെ, ഇതെങ്ങനെയാണ് ഇത് മനസ്സിലാക്കിയെടുത്തേക്കുന്നത് എന്നുള്ളത് പലർക്കും, ഇപ്പം പല കുട്ടികൾക്കും അത് ഭയങ്കരമായിട്ട് നമുക്ക് കണക്ഷൻ കിട്ടിയിട്ടുള്ള ഒരു സാധനമാണ്. സോ ഈ ഒരു അമ്മ ക്യാരക്ടേഴ്സൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സ്പിരിറ്റ് ഉണ്ടല്ലോ, അതെങ്ങനെയാണ്? ആ ഒരു ഐറ്റം ഒന്ന് പറയാവോ? പ്രത്യേകിച്ച് അതിനൊരു ഐറ്റമൊന്നും ഇല്ല. ഞാനൊരു അമ്മയാണല്ലോ. അപ്പൊ എനിക്ക് വരുന്ന കഥാപാത്രങ്ങളൊക്കെ അമ്മ കഥാപാത്രം ആകുമ്പോ അവിടുന്ന് ഇവിടുന്നും ഒരു എടുത്തുകൂട്ടി ചേർത്ത് വെച്ചാൽ മതി. അതുപോലെ ഞാനൊരു മകളാണല്ലോ. അപ്പം ആ മകളുടെ ഫീൽ എന്താണെന്നും അതൊരു ഇതും എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. എനിക്കെന്നല്ല ആർക്കാണല്ലോ. ഇപ്പൊ എന്റെ ക്യാരക്ടർ നിങ്ങൾക്ക് മോൾക്ക് സിനിമയെ കാണുമ്പോ എന്റെ അമ്മയെ പോലെയാണെന്ന് തോന്നിയില്ലേ? അതുപോലെ എനിക്ക് തരുന്ന കഥാപാത്രം എനിക്ക് കിട്ടും, അയ്യോ എന്നെ പോലാണല്ലോ സ്വഭാവം, അല്ല എന്റെ അമ്മയെ പോലാണല്ലോ, അല്ല എന്റെ സഹോദരിയെ പോലാണല്ലോ. നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ക്യാരക്ടർ ആയിരിക്കുമല്ലോ. അതിനെ അങ്ങോട്ട് പെർഫോം ചെയ്യാൻ ദൈവം തന്നൊരു വരദാനം കയ്യിലുള്ളത് കൊണ്ട് അങ്ങ് ചെയ്തു പോകുന്നു, അത്രേ ഉള്ളൂ. പിന്നെ ചെയ്ത കഥാപാത്രങ്ങളൊക്കെ നന്നാക്കാൻ പറ്റി എന്നുള്ളത് അതൊക്കെ ഒരനുഗ്രഹം. ഓക്കെ, യെസ്. ഞാനത് എനിക്ക് തോന്നുന്നു ജോ ആണ് ഞാൻ പ്രത്യേകം ഭയങ്കരമായിട്ട് കണക്ട് ആയത്. കാരണം അമ്മ വഴക്ക് പറയുന്നതും അമ്മയോട് നമ്മൾ വഴക്ക് പിടിക്കുന്നതും ഒക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആൻഡ് ഈ സിനിമാ ഫീൽഡിലെ അമ്മ ക്യാരക്ടർ എന്നൊക്കെ പറയുമ്പോൾ തന്നെ എടുത്തു പറയേണ്ട ഒരു പേര് തന്നെയാണ് നമ്മുടെ ധ്യാൻകുട്ടൻ, നമ്മുടെ സ്മിനി ചേച്ചിയുടെ സ്വന്തം ധ്യാൻ ശ്രീനിവാസൻ. ആൻഡ് ആ ഒരു കണക്ഷൻ അതെങ്ങനെയാണ് ചേച്ചി? അത് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കോംബോ, നമ്മളിപ്പോൾ പറയും സ്റ്റേജിലാണെങ്കിലും അല്ലെങ്കിൽ TV പ്രോഗ്രാംസിലാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും സിനിമയിലാണെങ്കിലും നിങ്ങൾ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, അത് വൻ രസമാണ്. ആ ഒരു ബന്ധത്തെക്കുറിച്ച് ലൈക്ക് ധ്യാൻകുട്ടനുമായിട്ടുള്ള ആ ഒരു മൊമെന്റ്സ് എന്തായിരിക്കും പറയാനായിട്ടുള്ളത് സ്മിനി ചേച്ചിക്ക്? എനിക്ക് ധ്യാനൂട്ടൻ എനിക്കൊരു സ്പെഷ്യലാണ്. എന്റെ മോനെ പോലെ, എന്റെ മോളെ പോലെ. ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് കണ്ട വ്യക്തിയാണ്. എന്നെ സിനിമയിൽ ഞാൻ ആക്കാൻ ഒരു പ്രധാന കാരണം വഹിച്ച ആളാണ് ശ്രീനേട്ടൻ. ആ നന്ദി കടപ്പാട് എന്നും ശ്രീനേട്ടനോടുണ്ടാവും. അതുപോലെ ധ്യാനൂട്ടൻ ഒരു നടനായി എന്ന് കണ്ടുകൊണ്ട് നമുക്കൊരു അടുപ്പം തോന്നിയൊരു വ്യക്തിയല്ല. എന്റെ മോനെ ഞാൻ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ ധ്യാനൂട്ടൻ മാത്രം കേട്ടോ. സിനിമയിൽ ഞാൻ ഒരുപാട് മക്കളുടെ അമ്മയായിട്ടുണ്ട്. അവരൊക്കെ എനിക്ക് അതേ സ്നേഹത്തിൽ. ആൻസൺ ബോൾ, റാഹേൽ മകൻ കോരയിൽ ചെയ്തത്. പിന്നെ ബിബിൻ ജോർജ്. ബിബിൻ എനിക്ക് ഫസ്റ്റ് എന്നോട് നല്ലൊരു വാക്ക് പറയുന്ന സിനിമയിലെ കിട്ടോളണ്ണമാല കഴിഞ്ഞ് വിളിക്കുന്ന ബിബിനാണ്. എന്നെ സ്മിനോപ്പ എന്നാണ് വിളിക്കുന്നത്. ആൻസൺ റാഹേലമ്മോ എന്നാണ് വിളിക്കുന്നത്. ധ്യാനൂട്ടൻ മുത്തേ എന്നാണ് വിളിക്കുന്നത്. ഇങ്ങനെ എല്ലാവരും ഓരോ രീതിയിൽ ആ ഒരു സ്നേഹം കൊടുക്കുന്ന എല്ലാവരും കേട്ടോ. ചിലത് നമ്മുടെ അർജുന ഷോ വിളിക്കുന്നത് തള്ളയെന്ന് വിളിക്കും. അത് അവരുടെ അടുപ്പമാണ്. എന്റെ പൊന്നെ തള്ളയെന്ന് വിളിക്കുമ്പോൾ ഏതൊക്കെ നമ്മളെല്ലാവരും കേട്ടോ. നമ്മള് ചെയ്ത കഥാപാത്രത്തിന്റെ ആയിരിക്കാം, അല്ലെ നമ്മൾ അവർക്ക് കൊടുക്കുന്ന സ്നേഹം അവർ നമുക്ക് അതേപടി തിരിച്ചു തരുന്നുണ്ട്. റെസ്പെക്റ്റോടുകൂടിയുള്ള സ്നേഹം അതൊക്കെ ആസ്വദിക്കുമ്പം ശരി. എനിക്കൊരു ഒരുപാട് മക്കളുള്ള ഫീലാണ്. ഞാൻ കൂടുതലും ആൺകുട്ടികളുടെ അമ്മയായിട്ടാണ് ഇതിനകത്ത് സിനിമകൾ ചെയ്തേക്കുന്നത്. അധികം ഹീറോ ആ ഒരു ഇതിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഹീറോയിന്റെ ഒന്നും അങ്ങനെ അധികമായിട്ടില്ല. നിഖില അങ്ങനെ കുറച്ച് പേരേ ആയിട്ടുള്ളൂ. എന്നാൽ അപ്പം എല്ലാവരുമായിട്ടും നല്ല അടുപ്പമുണ്ട്. അടുപ്പം എന്ന് പറഞ്ഞാൽ അങ്ങനെ അവരെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുക അങ്ങനെയൊന്നുമല്ല കേട്ടോ. കാണുമ്പോൾ എല്ലാവരും നല്ല സ്നേഹവും കരുതലും തരുന്നുണ്ട്. അതില് ചെറിയൊരു അഹങ്കാരത്തോടു കൂടിയ അഭിമാനമുണ്ട്. അതെ, അപ്പൊ നമ്മുടെ എന്താ പറയാ, നമ്മുടെ രാഹേൽ അമ്മയ്ക്കും അതിൽ തന്നെ തള്ള എന്ന് പറഞ്ഞതിൽ ക്ഷമിക്കണം. അതുപോലെ തന്നെ നമ്മുടെ മുത്തിന് എല്ലാരും എന്നെ മാറി മാറി അങ്ങനെ വിളിക്കാറുണ്ട്. വിളിക്കുന്ന ഒരു എൻജോയ് ചെയ്യുന്ന ഒരു വാക്കാണ് തള്ള എന്നുള്ളത്. ഓക്കെ, അങ്ങനെ നമ്മുടെ സ്മിനി ചേച്ചിക്ക് വേണ്ടിയിട്ട് ഒരു അടിപൊളി പാട്ട് തന്നെ വരുന്നുണ്ട്. അപ്പൊ എന്തായാലും പാട്ടിന് ശേഷം അപ്പൊ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? നമുക്ക് നേരെ അങ്ങോട്ട് റേഡിയോയിലേക്ക് പോവാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് സൂര്യനായി തഴുകി ഉറക്കമുണർത്തും എന്ന അച്ഛനെയാണ് എനിക്കിഷ്ടം. ഞാനൊന്ന് കരിയുമ്പോൾ ആ ഒരു പാട്ട്. അപ്പൊ എന്തായാലും നമ്മുടെ സ്മിനി ചേച്ചിയുടെ പ്രിയപ്പെട്ട പാട്ടാണ് ഇനി നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. ഇനി ചില കാര്യങ്ങളും കൂടെ ഒക്കെ നമുക്ക് മദേഴ്സ് ഡേ സ്പെഷ്യൽ SK ഹോട്ട്സ്പോട്ടിൽ ചോദിക്കേണ്ടതായിട്ടുണ്ട്. കേൾക്കാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കൂടെ ഉള്ളത് ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര.
SK Hotspot. വെൽക്കം ബാക്ക് ടു മദേഴ്സ് ഡേ സ്പെഷ്യൽ SK ഹോട്ട്സ്പോട്ട് ആൻഡ് സർഗക്ഷേത്ര 89.6 FM. കൂടെ ഉള്ളത് ജോ ആണ്. നമ്മുടെ കൂടെ ഉള്ളത് നമ്മളെല്ലാവരും കാത്തിരുന്ന ആക്ട്രസ് സ്മിനു സിജോ. സ്മിനു ചേച്ചി, അങ്ങനെ ഞങ്ങളുടെയൊക്കെ കൺമുന്നിൽ അമ്മയായിട്ട് നിറഞ്ഞു നിൽക്കുന്ന സ്മിനു ചേച്ചിയുള്ള അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാൽ, കെട്ടിയോളാണ് എൻ്റെ മാലാഖ. എനിക്ക് തോന്നുന്നു ചേച്ചി അഭിനയിച്ചിട്ടുള്ള സിനിമകളിലൊക്കെ കുറച്ച് സ്പെഷ്യൽ ആയിരിക്കും, അതിനകത്തൊരു സ്പെഷ്യൽ ആളുണ്ട് എന്നുള്ളത് തന്നെയാണ്. ആൻഡ് ഒരു അമ്മ മകൾ കോമ്പിനേഷൻ അതിനകത്ത് വന്നു. സാന്ദ്രയായിട്ട് അഭിനയിക്കുമ്പോൾ ആ ഒരു മൊമെന്റ് എന്തായിരുന്നു? ഒരു അമ്മ എന്ന നിലയിൽ, ഒരു അഭിനേത്രി എന്ന നിലയിൽ ഉണ്ടായ ഫീല് എന്തായിരുന്നു? അയ്യോ, അതിന്റെ അഭിനയത്തില് ഞാൻ എല്ലായിടത്തും പറഞ്ഞിട്ടുള്ളതാ, ഒരു പാവം അമ്മ എന്നൊരു റോളിലാണ്, ചേച്ചി എന്നുള്ള റോളിലാണ്. പക്ഷെ എന്റെ തനി ഗുണം അതാണ്. ഭയങ്കര ആ സ്വഭാവം ഞാൻ അതിനകത്ത് എന്റേത് തന്നെ ആക്കി കൊടുത്തിരിക്കുന്നതാണ്. അതെനിക്ക് അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പൊ എന്റെ മോൾക്കും പ്രത്യേകിച്ച് പെർഫോം ചെയ്യേണ്ടി വന്നിട്ടില്ല. എന്റെ ഒപ്പം നിന്ന് അങ്ങോട്ട് കാണിച്ചാൽ മതി, റിയലായിട്ട് വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണല്ലോ. ഏറ്റവും കൂടുതൽ അത് എൻജോയ് ചെയ്തത് എന്റെ നാത്തൂനാണ്, കാരണം അവൾക്കറിയാം ഇത് മൊത്തവും. അതൊരു വല്ലാത്തൊരു മൊമെന്റ് തന്നെയായിരുന്നു അല്ലേ? ആൻഡ് ഇപ്പം ഉറപ്പായിട്ടും ഞാൻ എന്റെ ബ്രദറിനോട് അങ്ങനെ ആയിരുന്നു. എനിക്ക് പറയാനും എടുക്കാനും ഇനി എനിക്ക് പ്രവർത്തിക്കാനും ആ ഒരു മൊമെന്റ് മാത്രമേ ഉള്ളൂ. ഇപ്പം ബ്രദറും സിസ്റ്ററും എനിക്ക് ഇപ്പൊ ഇല്ല, അവർ പോയി. അതേ ഉള്ളൂ എനിക്ക് എവിടെ പറയാൻ. ഇനി എന്റെ കൂടപ്പുറങ്ങൾക്ക് വേണ്ടി പറയാൻ ആ കിട്ടിയോളാന്റെ മാലാഖ മാത്രമേ എന്റെ ഇതുള്ളൂ. അതായിരുന്നു ഞാൻ അവരോട്. സോ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സിനിമ അല്ലേ? അതെ, അതാണ് എന്റെ ഏറ്റവും സ്പെഷ്യൽ. കാരണം അതാണ് എന്റെ ബ്രദറിനോട് ഞാൻ എപ്പോഴും ഭയങ്കര മൂത്ത ചേച്ചി എന്നുള്ള അഹങ്കാരവും അത് ആരെ ചേച്ചിയമ്മ എന്നുള്ള ഒരു ഇതിലും അങ്ങനെ നടക്കുമായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇനിയിപ്പം നമ്മൾ ആ ഒരു കെട്ടിയോളാന്റെ മാലാഖയിൽ നിന്ന് നമ്മൾ നേരെ നമ്മുടെ സ്വന്തം സാന്ദ്രയിലേക്കും ഒക്കെ നമ്മൾ സെബിനിലേക്കും പോവാണ്. ഇപ്പം ചേച്ചി ഒരു അമ്മ എന്ന നിലയിൽ മക്കൾക്ക് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ, ഇപ്പം നമ്മൾ ചിലപ്പോൾ ചില പഠനങ്ങൾ ഉണ്ടാവല്ലോ, മക്കളായിരിക്കുമ്പോൾ തന്നെ നമ്മൾ ചിലപ്പം തീരുമാനിക്കും ഇതെന്റെ മക്കൾക്ക് ഞാൻ ചെയ്യത്തില്ല എന്നുള്ളത്. അപ്പം അങ്ങനെ ചേച്ചി ഇപ്പം മനഃപൂർവ്വമായിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്ന, അവർക്ക് കേൾക്കാനായിട്ട്, ഇപ്പം ആദ്യമേ പറഞ്ഞ പോലെ തന്നെ അവർക്കൊരു ഫ്രണ്ട് ആയിട്ടിരിക്കും, അങ്ങനെ മനഃപൂർവ്വമായിട്ട് ചേച്ചി ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തൊക്കെയാണ് മക്കളിലേക്ക്? ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഞാൻ എന്റെ മക്കളോട് ഏറ്റവും കൂടുതൽ ഞാൻ അധികം വിദ്യാഭ്യാസം നേടിയൊരു വ്യക്തിയൊന്നും അല്ല, സ്പോർട്സോ കാര്യങ്ങളോ ഒക്കെ ആയിരുന്നു. എന്റെ മക്കളോട് ഞാൻ പറയുന്ന ഏറ്റവും വലിയൊരു കാര്യം, പഠിക്കുക. മാക്സിമം നിങ്ങൾ എത്രത്തോളം പഠിക്കുക, അതിന് ഞാനും അച്ഛനും അപ്പാച്ചയും കൂടെ ഉണ്ടാവും. ഇപ്പോഴും എന്റെ മക്കളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് വിദ്യാഭ്യാസം. അത് ചീഞ്ഞു പോകാത്ത ഒരേ ഒരു വസ്തുവാണ് വിദ്യാഭ്യാസം. പക്ഷെ ഭാഗ്യവും രണ്ടും ഉണ്ട് കേട്ടോ. വിദ്യാഭ്യാസം ഇല്ലാത്തവരും നേടുന്നുണ്ട്. എങ്കിലും സമൂഹത്തിൽ ഞാൻ എന്റെ മക്കളോട് പറയുന്നത്, ആരും അങ്ങോട്ട് നീങ്ങി നിൽക്കുമെന്ന് പറയാനോ നിങ്ങളെ കാണുമ്പോൾ നെറ്റിച്ചുളിക്കാനോ നിങ്ങൾ അവസരം കൊടുക്കരുത്. മറ്റുള്ളവരോട് റെസ്പെക്റ്റോടെ പെരുമാറുക, പ്രായത്തെ മാനിക്കുക. ഒരു ആളെ പേരെടുത്ത് വിളിച്ച് അവരെ അല്ലെങ്കിൽ വലിപ്പം ചെറുപ്പം അനുസരിച്ച് ആരെയും റെസ്പെക്ട് ചെയ്യരുത്. ചില പണമുള്ളവനോട് കൂടുതലും പണമില്ല, അങ്ങനെയല്ല. നമ്മൾ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യേണ്ടത് ഏറ്റവും തഴക്കിടക്കുന്നവരെ ആയിരിക്കണം. കാരണം അവർക്കാണ് ഒരു പുഞ്ചിരി ആവശ്യം, അവർക്കാണ് ഒരു തലോടൽ ആവശ്യം, അവർക്കാണ് ഒരു ഹെൽപ്പ് ആവശ്യം. മറ്റുള്ളവർക്ക് അതൊന്നും ആവശ്യമില്ല. ഉള്ളവനെ നമ്മൾ കൂടുതൽ ആദരിക്കാൻ പോകുമ്പം അവർക്ക് കുറച്ചുകൂടെ തിളക്കണം കൂടുന്നതല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അതാണ് ഞാൻ എപ്പോഴും മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യുക. നിങ്ങളിൽ നിന്നൊരു മോശം സംഭവിക്കരുത്, മറ്റുള്ളവർക്ക് നിങ്ങൾ കാരണം ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്. പിന്നെ മനുഷ്യനാണ്, ഭൂമിയിൽ മനുഷ്യനെ ജനിച്ച് തെറ്റുകളുണ്ടാവാം, കുറവുകളുണ്ടാവാം. എല്ലാം തികഞ്ഞ് പൂർണ്ണരല്ല ഞാനും എന്റെ മക്കളും എന്റെ കുടുംബവും. പോരായികൾ ഒരുപാടുണ്ട്. അത് കാലത്തിന് ദൈവം തീരുമാനിച്ചു പോകുന്ന ഓരോ ചക്രത്തിനനുസരിച്ച്. പക്ഷെ അതൊക്കെ സഹിക്കാനും മുന്നോട്ട് പോകാനും ഉള്ള ശക്തി തരണേന്ന് മാതാവിനോട് പ്രാർത്ഥിക്കുകയും കൂടെ ചെയ്യുന്നു. അത് മാത്രമേ ഉള്ളൂ എന്റെ ഇത്. എനിക്കല്ലാതെ കൂടുതലൊന്നും പറഞ്ഞു തരാൻ അറിയില്ല. ശരി, അപ്പൊ എന്തായാലും മക്കൾക്ക് മനുഷ്യത്വം പറഞ്ഞു കൊടുക്കുന്ന ഒരു അമ്മയുടെ വായിൽ നിന്ന്, ആ ഒരു അമ്മയിൽ നിന്നല്ല, ആ ഒരു മനുഷ്യനിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് മദേഴ്സ് ഡേ സ്പെഷ്യൽ ഒരു മെസ്സേജും കൂടെ കേൾക്കേണ്ടതായിട്ടുണ്ട്. കേൾക്കാം പാട്ടുകൾക്ക് ശേഷം. മദേഴ്സ് ഡേ സ്പെഷ്യൽ SK ഹോട്ട്സ്പോട്ടിലൂടെ കൂടെയുള്ളത് ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. വെൽക്കം ബാക്ക് ടു മദേഴ്സ് ഡേ സ്പെഷ്യൽ SK ഹോട്ട്സ്പോട്ട് ഓൺ സർഗക്ഷേത്ര 89.6 FM. ആൻഡ് ഇറ്റ്സ് ടൈം നമ്മുടെ സ്മിന ചേച്ചിയിൽ നിന്ന് ആ ഒരു വാക്ക് കേൾക്കാനായിട്ട്. ചേച്ചി, സാധാരണ നമുക്ക് പറയും, നമുക്ക് ഇന്ന് SK ഹോട്ട്സ്പോട്ടിൽ മറ്റ് 2 പേരും കൂടെ ഉണ്ടായിരുന്നു വിശിഷ്ട അതിഥികളായിട്ട്. ആൻഡ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റ് എന്ന് പറയുന്നത് ആക്ട്രസ് സ്മിനു സിജോ ആണ്. എൻ്റെ ചേച്ചിയോട് ചോദിക്കാനായിട്ടുള്ളത്, ഞാൻ അവരോടൊക്കെ ചോദിച്ചത് അമ്മമാരോടായിട്ട് അല്ലെങ്കിൽ ജനറലി എന്താണോ പറയാനായിട്ടുള്ളത് ഈ ഒരു മദേഴ്സ് ഡേയിൽ എന്നാണ്. പക്ഷെ ചേച്ചിയോട് ഞാൻ ചോദിക്കുന്നത്, ഈ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളോടും എന്താണ് പറയാനായിട്ടുള്ളത് ഈ ഒരു മദേഴ്സ് ഡേയില്? എനിക്ക് എന്റെ മക്കളോട് പറയുന്നത് തന്നെ എനിക്ക് നിങ്ങളോടും പറയാനുള്ളൂ. നിങ്ങളെ ഓർത്ത് കാത്തിരിക്കുന്ന ഒരു മാതാപിതാക്കൾ വീട്ടിലുണ്ട്. അവർക്ക് നിങ്ങളെ ഓർത്ത് മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ
ഒന്നും ഒരു ഇതില്ലാതെ മക്കളെ ഓർത്ത് മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുന്ന ഒരു അന്തരീക്ഷവും നല്ല മക്കളുമായിട്ട് മാറുക എന്നുള്ളതാണ്. കാരണം മക്കള് നല്ലതാണെങ്കിൽ മാതാപിതാക്കൾക്കും വേറെ ഒന്നും വേണ്ട. ഉറങ്ങാൻ കിടക്കുമ്പം എന്റെ മക്കളുടെ എന്റെ കുഞ്ഞുങ്ങളെ കാത്തോളണേന്ന് മാത്രം പ്രാർത്ഥിച്ചാൽ മതി. അതല്ലെങ്കിൽ എന്തൊക്കെ പ്രാർത്ഥിക്കണം? അതിന്റെ വേദന അതൊരു ചില്ലറയല്ല. അപ്പം ഞാനും എപ്പോഴും ദൈവത്തോട് എനിക്ക് എന്റെ മോൻ അത് വേണം, എന്റെ മോൾക്ക് അത് വേണമെന്നല്ല. ഞാൻ എന്നും കിടക്കുമ്പോ എന്റെ മാതാവിനോട്, ഞാൻ പരിശുദ്ധ അമ്മയുടെ ഏറ്റവും വലിയ ശക്തിയാണ്. ഞാൻ പ്രകസനങ്ങൾ എനിക്കില്ല, കാണിക്കലില്ല, പക്ഷെ ഉള്ളിൽ വിശ്വാസം ഉള്ളിലാണ് ഉണ്ടാവേണ്ടതെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അമ്മയോട് ഞാൻ എപ്പോഴും പറയുന്നത്, അമ്മ എന്റെ കുഞ്ഞുങ്ങളെ കാത്തോണം, മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനും സമൂഹത്തിൽ നല്ലവരായിട്ട് വളരാനും ഉള്ള ഒരു ഇതുണ്ടാവണം. മുമ്പ് ഞാൻ മോളോട് പറഞ്ഞ പോലെ തന്നെ അതൊക്കെ തന്നെയാണ് എനിക്കെല്ലാം. മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, മുമ്പ് ഞാൻ ആദ്യം ഒരു ക്വസ്റ്റ്യൻസ് ഒന്നും തന്നില്ല. അത് തന്നെയാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. വേറെ പ്രത്യേകിച്ച് മെസ്സേജ് ഒന്നുമില്ല. നമുക്ക് വേണ്ടി ജീവിക്കുന്ന മാതാപിതാക്കളെ കരയിപ്പിക്കാതിരിക്കുക, നമുക്ക് വേണ്ടി ജീവിക്കുന്ന മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുക. അവർക്ക് കോടികളോ ഒന്നും കൊടുക്കണ്ട, അവർക്ക് ഒരു ചെറിയ ഒരു നാരങ്ങ മിഠായി കൊടുത്താലും അതിൽ ഒരുപാട് സ്നേഹവും സന്തോഷവും ഉണ്ടാവും. അത് നിങ്ങൾ നല്ലവരായിട്ട് ജീവിച്ചാലാണ് അത് ഞങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുക. അല്ലാതെ എന്തുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. സമാധാനം, സന്തോഷം, മറ്റുള്ളവർ നമ്മുടെ മക്കളെ പറ്റി നല്ലതാണെന്ന് പറയുമ്പോൾ കേൾക്കുന്ന ഒരു തൃപ്തിയുണ്ടല്ലോ, അത് തരാൻ എല്ലാ മക്കളും ശ്രമിച്ചാൽ ലോകം എത്ര മനോഹരമാവും. അതാണ് എന്റെ പ്രാർത്ഥന, എന്റെ ആഗ്രഹവും. യെസ്, എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ഈ ഒരു മദേഴ്സ് ഡേയിൽ ഒരു അമ്മ നമ്മളോട് എല്ലാവരോടും പറഞ്ഞ ഒരു മെസ്സേജ് ആണ്. ആൻഡ് ചേച്ചി, താങ്ക് യു സോ മച്ച്. ആൻഡ് വൺസ് അഗെയിൻ നല്ലൊരു മദേഴ്സ് ഡേ ആശംസിക്കുകയാണ്. ആൻഡ് ഇപ്പം ചേച്ചിയുടെ മക്കളോട് മനുഷ്യത്വത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ഇപ്പം അല്ല മോളെ, മദേഴ്സ് ഡേ ഇന്നൊരു ഡേറ്റിൽ മാത്രം ആഘോഷിക്കാനുള്ളതല്ല. എല്ലാ ദിവസവും മാതാപിതാക്കൾക്ക് ഓരോ സർപ്രൈസ് കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് ഒന്നിച്ചിരുന്ന് അവരുടെ കൂടെ ആഹാരം കഴിക്കുക, അവരുടെ കയ്യിൽ നിന്ന് ഒരു ഉരുള മേടിച്ച് ആഹാരം കഴിക്കുക. അമ്മ ഉരുട്ടി ചോറ് ഉരുട്ടി കാന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു തൃപ്തിയില്ലേ? നമ്മളുടെ കൈ കൊണ്ട് മക്കൾക്ക് ഉരുട്ടി വായി വെച്ച് കൊടുക്കുക, അത് കഴിക്കാൻ മക്കൾ വന്ന് മുന്നടുത്തിരിക്കുക. അല്ലെങ്കിൽ എത്ര ദൂരെയാണേലും അമ്മ സുഖമാണോ അച്ഛൻ സുഖമാണോ എന്ന് വിളിച്ചു വെക്കുന്ന മക്കൾ, അതാണ് ഏത് മാതാപിതാക്കളുടെ സ്വപ്നം. അതിന് നിങ്ങൾ എല്ലാ ദിവസവും തയ്യാറാകുക. അവർക്ക് നിങ്ങൾ ഏത് ദൂരെ ഇരുന്നാലും അടുത്തുണ്ടെന്ന് തോന്നാൻ ഒരവസരം ഒരുക്കുക. ഓക്കെ, അപ്പൊ എന്തായാലും നല്ലൊരു നോട്ടോട് കൂടെ തന്നെ നമ്മൾ ഇന്നത്തെ മദേഴ്സ് ഡേ സ്പെഷ്യൽ SK ഹോട്ട്സ്പോട്ട് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ആൻഡ് ചേച്ചി, വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്. ആൻഡ് മക്കളോടും ചേട്ടനോടും ഒക്കെ അന്വേഷണം പറയുക. ആൻഡ് അപ്കമിങ് മൂവീസ് എന്തൊക്കെയാണ് എന്നുള്ളതും കൂടെ ഒന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ നമ്മുടെ പാട്ടിലേക്ക് പോവാം. സുമതി വളവാണ് അടുത്ത ഇപ്പം റിലീസ് ആവാൻ പോകുന്നത്. നമ്മൾ ഇനിയും വരും ഒരുപാട് സന്തോഷ വാർത്തകളുമായിട്ട് താമസിയാതെ തന്നെ നമ്മൾ ഈ നമ്മുടെ പരിപാടിയിൽ എത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും കട്ട വെയിറ്റിംഗ് ആണ്. ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ സുമതി വളവ്. അപ്പൊ ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നു കേട്ടോ, ആ ഒരു കോമ്പിനേഷന് വേണ്ടിട്ട്, നിങ്ങൾ എല്ലാവരും കൂടി ഉള്ള ഒരു സിനിമയ്ക്ക് വേണ്ടിട്ട്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ മദേഴ്സ്, എല്ലാ മക്കൾക്കും മാതാപിതാക്കൾക്ക് നല്ലത് സമ്മാനിക്കുക എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച്. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. അങ്ങനെ 3 അമ്മമാരാണ് ഇന്ന് നമ്മുടെ SK ഹോട്ട്സ്പോട്ടിൽ വന്നത്. 3 പേരും വ്യത്യസ്ത തലത്തിലുള്ള ആ ഒരു അമ്മമാരുടെ വാല്യൂ എന്താണെന്ന് കാണിച്ചു തന്നു, പറഞ്ഞു തന്നു അവർ. അപ്പോൾ എന്തായാലും ഈ ഒരു മദേഴ്സ് ഡേയിലെ എല്ലാ അമ്മമാർക്കും നമ്മുടെ സർഗക്ഷേത്ര 89.6 FM എല്ലാ മെമ്പേഴ്സിൻ്റെ വക ഒരു ഹാപ്പി മദേഴ്സ് ഡേ വിഷസ് നേർന്നുകൊണ്ട് ഇന്നത്തെ SK ഹോട്ട്സ്പോട്ട് ഇവിടെ അവസാനിക്കുകയാണ്. ആൻഡ് ഈ ഒരു ദിവസം മാത്രമല്ല അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ളത്, ഇപ്പം സ്മിനി ചേച്ചി പറഞ്ഞതുപോലെ തന്നെ എല്ലാ ദിവസവും നമുക്ക് അവർക്കൊരു ചെറിയ ഹാപ്പിനെസ്, നമ്മുടെ ഒരു കോളായിരിക്കും, നമ്മുടെ ഒരു മെസ്സേജ് ആയിരിക്കും, അമ്മ എന്നാ ഉണ്ട് വിശേഷം എന്ന് ചോദിക്കുന്നതായിരിക്കും. അത്തരം ചെറിയ സമ്മാനങ്ങളൊക്കെ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ SK ഹോട്ട്സ്പോട്ട് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സോ ദിസ് ഈസ് RJ Jo signing off from Mother's Day Special SK Hotspot, and once again Happy Mother's Day. 89.6 FM Sargakshe